പ്രവർത്തകർ MDMA കേസിൽ പിടിയിലായതോടെ പ്രതിരോധത്തിലായ യൂത്ത് കോൺഗ്രസിന് ഇരട്ടപ്രഹരമായി സംസ്ഥാന ഉപാധ്യക്ഷന്റെ തട്ടിപ്പ് കേസും. തലശ്ശേരിയിൽ BJP പ്രാദേശിക നേതാവ് ജീവനൊടുക്കിയ കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ വൈശാഖ് എസ് ദർശൻ അറസ്റ്റിലായി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്തായാലും വലിയ തരത്തിൽ ഒരു പ്രതിരോധത്തിലായ സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു MDMA കേസ് വരുന്നു, അതിന് പിന്നാലെ ഇത് തട്ടിപ്പ് കേസ് എന്നത് മാത്രമല്ല, 25 ലക്ഷത്തിന്റെ വലിയൊരു കേസാണ്. അത് അറസ്റ്റിലായി പിന്നാലെ റിമാൻഡിലാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. സംഭവിച്ചിരിക്കുന്നത് വൈശാഖ് എസ് ദർശനെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ രുചീഷ് പറഞ്ഞതുപോലെ വലിയ തട്ടിപ്പ് തന്നെയാണ്. അതും കണ്ണൂരിലെ ഒരു BJPയുടെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കുന്നതിലേക്ക് വരെ എത്തിയ ഒരു തട്ടിപ്പ്. ആ തട്ടിപ്പിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ 3-ാം തീയതിയാണ് തലശ്ശേരിയിലെ M രതീശൻ എന്ന് പറയുന്ന BJP പ്രാദേശിക നേതാവ് അദ്ദേഹത്തിന്റെ ഒരു ഓഫീസിൽ ജീവനൊടുക്കുന്നത്. ഈ ബാങ്കുകളിലെ ലോൺ തയ്യാറാക്കുക, അങ്ങനെയുള്ള ചില ജനസേവന പ്രവർത്തനങ്ങൾ നടത്തി വന്ന ഒരു ഓഫീസായിരുന്നു. ആ ഓഫീസിനകത്താണ് രതീശൻ ജീവനൊടുക്കിയത്. ആ ഓഫീസിനകത്ത് നിന്ന് ഒരു കത്ത് കൂടി കണ്ടെത്തിയിരുന്നു. അതായത് ഈ റെയിൽവേ ഉൾപ്പെടെയുള്ള ചില ഇടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഈ പണം വാങ്ങിയിരുന്നു രതീശൻ. പക്ഷെ പിന്നീട് ഈ പണം തിരികെ നൽകാനോ ആളുകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാനോ കഴിഞ്ഞില്ല. ഇതിൽ നടത്തി ഈ കുറിപ്പിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് വൈശാഖിലേക്ക് എത്തുന്നത്. വൈശാഖാണ് രതീശൻ വഴി ഈ പണം വാങ്ങിയത് എന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരി പോലീസ് വൈശാഖിനെ അറസ്റ്റ് ചെയ്ത് പിന്നീട് റിമാൻഡ് ചെയ്തത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു പത്രക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ശരി നിഖിൽ.